വെൽക്കം ബാക്ക്. ഞാൻ പാടുന്ന സമയത്ത് ഈ സോഷ്യൽ മീഡിയ TV ചാനൽ പോലും ഉണ്ടായിരുന്നു. ടീച്ചറാണ്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സാധാരണ സംഗീത കോളേജിലെ സംഗീതമായിട്ടുള്ള എല്ലാവർക്കും പശ്ചാത്തല സംഗീതം, അതായത് നമ്മൾ സിനിമ കാണും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. നമ്മൾ മോനുട്ടൻ്റെ സ്കൂളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് ആനുവൽ ഡേയുടെ പ്രോഗ്രാം നടക്കുകയാണ്. 4:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. 4:45 ആവാറായി കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോട്ടെ. ഞാനും അമ്മയും ഉണ്ട്. മോനുട്ടൻ ഒരു 12:30 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് സ്കൂൾ ബസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഓടി എത്തട്ടെ കേട്ടോ. ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ്. അപ്പം അവൻ്റെ ഡാൻസും പ്രോഗ്രാമും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോവാം. മോനോട് ചോദിച്ചു വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എല്ലാവരും വരും, മോനോട് നന്നായിട്ട് കളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോയേക്കണത്. അപ്പം ലേറ്റ് ആവാതെ അങ്ങോട്ടേക്ക് പോയാൽ ഞാൻ ജോലിക്കൊക്കെ പോയിട്ട് വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ ഒരു 4:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നതാണ്. പക്ഷെ ഞാൻ വന്ന് കുളിച്ചൊരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് അമ്മ റെഡിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. കുളിച്ചൊരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് ഇത്തിരി താമസിച്ച് പോയി കേട്ടോ. 4:45 ആയി. അവിടെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. മോനുട്ടൻ 12:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പോയിട്ടുണ്ടായിരുന്നേ. അപ്പം സ്കൂൾ ബസ് വന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തിരുന്നത്. 2-3 ദിവസത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലല്ലോ. ഇന്നാണ് മോൻ സ്കൂളിൽ പോയത്. അതായത് ഒരു റെഗുലർ ക്ലാസ് കണക്ക് ഇന്നാണ് പോയി തുടങ്ങിയത്. കാരണം ഒരാഴ്ചയോളം അവന് പനി കാരണം സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതായത് ഈ ആനുവൽ ഡേയുടെ ഡാൻസ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഞാൻ 2 ദിവസം അവനെ കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്യിക്കുകയാണ് ചെയ്തത്. കൊണ്ടുപോകും, വിളിച്ചുകൊണ്ട് വരും, അങ്ങനെ ഒരു മണിക്കൂറത്തായിരുന്നു ഇതിന് കേട്ടോ. കാരണം മോനോട്ട് ഇതുവരെയും കുളിച്ചത് കൂടിയില്ല. അപ്പോൾ പനിയൊക്കെ മാറി, ചുമയുണ്ട്. 10 ദിവസത്തിൻ്റെ ഇടയിൽ 2ാമത്തെ പ്രാവശ്യം ആൾക്ക് പനി വന്നു കേട്ടോ. അങ്ങനെ ഈ ആനുവൽ ഡേ പ്രോഗ്രാം ഒരുമിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റ് ടൈം എന്നൊന്നും പറയാൻ പറ്റൂല. എന്നിരുന്നാലും വലിയ കുഴപ്പമില്ലാതെ നമ്മൾ എത്തി കേട്ടോ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്താണ് സ്കൂള്. അപ്പം വലിയ കുഴപ്പമില്ല, ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നുമില്ല. പിന്നെ ഞാൻ പതുക്കെ ആയിരിക്കും പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇത്തിരി ഡിലേ വരുമെങ്കിലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ എത്തി പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി ആയതേ ഉള്ളായിരുന്നു. ഞാൻ വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിച്ചാണ് വാലിന് തീ പിടിച്ചാണ് ഓടിയതേ. പിന്നെ മോനോട്ടനെ ഇപ്പോഴേ നമ്മളെ കാണിക്കുകയൊന്നുമില്ല. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ അടുത്തോട്ട് വിടത്തുള്ളൂ ആളെ. ഇത് ധന്യയുടെ അമ്മയാണ്. ധന്യയുടെ അമ്മയാണ് കേട്ടോ. എനിക്ക് വേണ്ടി ഒരു സീറ്റ് പിടിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് രക്ഷിതാക്കളൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് ഹാള് പെട്ടെന്ന് തന്നെ ഫുള്ളാവും കേട്ടോ. അപ്പം കഴിഞ്ഞ വർഷം ഇതേ സമയം, അതായത് ഇതേ ദിവസമൊന്നും അല്ല കേട്ടോ, കഴിഞ്ഞ വർഷവും ആനുവൽ ഡേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. മോനുട്ടൻ്റെ ഫസ്റ്റ് ഡാൻസ് ആയിരുന്നു കേട്ടോ. അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വ്ളോഗൊന്നും എടുക്കാൻ വേണ്ടിയിട്ടേ പറ്റിയിരുന്നില്ല. അങ്ങനെ ഇപ്രാവശ്യം വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഇവളിവിടെ കിടന്ന് ചിരിക്കണം എന്തിനാണെന്ന് അറിയാമോ? ഞാൻ ഇവളോട് പറഞ്ഞിരുന്നു, എടി എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ബോക്സ് മേക്കപ്പ് ബോക്സിനകത്തായിപ്പോയി. അപ്പോൾ അവളെ കയ്യിലാണ് ബാഗ് ഇരിക്കുന്നത്, നമ്മളെ മേക്കപ്പ് ബാഗേ. അപ്പോൾ ഞാൻ പറഞ്ഞു, എടി നീ അതിൽ നിന്ന് ഓരോ ലിപ്സ്റ്റിക്കിൻ്റെ ഇതിങ്ങനെ എടുത്തുകൊണ്ട് വരണേ എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. അവൾ പാർലറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു. എത്ര പ്രാവശ്യം പറയുന്നത് വെച്ചാൽ എനിക്കും ഓർമ്മയില്ല. ഞാൻ ഒരു കാര്യം ഇത്രയും പ്രാവശ്യം ഞാൻ ഓർമ്മിപ്പിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ എടുത്ത് ബാഗിനകത്ത് ഇട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബാഗല്ല ആ ഫംഗ്ഷന് വന്നിട്ട് കൊണ്ടുവന്നത് കേട്ടോ. വേറൊരു പുതിയ ബാഗായിരുന്നു. എൻ്റെ പൊന്നെ, ഞാൻ കരിഞ്ഞുണങ്ങിപ്പോയി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്ക് ഇടാതിരുന്നാൽ കുഴപ്പമൊന്നുമില്ല. ലിപ്സ്റ്റിക്ക് ഇടുന്ന ഒരു പേഴ്സൺ പെട്ടെന്ന് ലിപ്സ്റ്റിക്ക് ഇടാതിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതുകൂടാതെ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് എനിക്ക് ലിപ്സ് നല്ല രീതിയിൽ പിഗ്മെൻ്റ് ആയിട്ടുണ്ടേ. അപ്പം നല്ല രീതിയിൽ ആ ഒരു പണ്ടത്തെ കളറൊന്നും അല്ല, നല്ലപോലെ കറുത്ത്. അങ്ങനെ ഞാൻ വിചാരിച്ച് ഇവിടെ നിന്ന് ലിപ്സ്റ്റിക്ക് ഇപ്പോൾ വാങ്ങിച്ചിടാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ്. ഈ പെണ്ണെനിക്ക് ലിപ്സ്റ്റിക്ക് കൊണ്ടുവന്നില്ല. ഞാൻ അവിടെ 1-2 പേരോടൊക്കെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന 1-2 പേരോടൊക്കെ വിളിച്ച് ചോദിച്ചു. അവരാരും കൊണ്ടുവന്നതുമില്ല. അങ്ങനെ എനിക്ക് അവളെ കടിച്ചു കീറാനുള്ള ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല. പിന്നെ ഇനിയിപ്പോൾ പോട്ടെ, ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലിരുന്ന് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഭയങ്കര ചിരിയാണ് അവൾ അവസാനം. പിന്നെ ഞാൻ 2 ചീത്തയൊക്കെ പറഞ്ഞ് പിന്നെ അതങ്ങ് ഹാൻഡിൽ ചെയ്തു. അങ്ങനെ പ്രോഗ്രാമൊക്കെ തുടങ്ങി. എൻ്റെ പൊന്നെ, ഇത് വെൽക്കം ഡാൻസ് ആയിരുന്നേ, സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഡാൻസിൻ്റെ മ്യൂസിക് ഒന്നും ഇടാൻ പറ്റില്ല, അപ്പോഴേ കോപ്പി പേസ്റ്റ് അടിച്ച് കളയും കേട്ടോ. എന്തിനാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുഴി തോണ്ടത്? അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മ്യൂസിക് ഒന്നും ഇടുന്നില്ല.
അങ്ങനെ നല്ല നല്ല ഡാൻസായിരുന്നു കേട്ടോ. ഇതിൽ ശ്രീകുട്ടിയുണ്ട്. ശ്രീകുട്ടി എന്ന് പറയുന്നത് ധന്യയുടെ മോളാണ്. അപ്പോൾ അവൾ ഡാൻസിനുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ളത്, നല്ല മേക്കപ്പ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഒരേപോലെയൊക്കെ ഇരിക്കണം. നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനൊക്കെ ഇച്ചിരി പാടായിരിക്കും കേട്ടോ. ഡാൻസിൻ്റെ മേക്കപ്പ് അങ്ങനെ തന്നെയാണ്. പക്ഷേ കുറേ നാളായി ഇങ്ങനെ നല്ലൊരു മേക്കപ്പ് കണ്ടിട്ട്, ഡാൻസിൻ്റെ മേക്കപ്പ് കണ്ടിട്ട് കുറച്ച് നാളായേ. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. വാരിട്ടൊക്കെ കണ്ണ് പിള്ളേർക്ക് എഴുതിയപ്പോൾ എന്തൊരു ക്യൂട്ടായിരുന്നു എന്നറിയാമോ. അതിൽ ഒരു മോള് കഴിഞ്ഞ അവിടെ ഞാൻ നോട്ടപ്പുള്ളിയാക്കി ഇഴിച്ചിരിക്കുകയായിരുന്നു. അടിപൊളിയായിട്ട് നല്ലൊരു എക്സ്പ്രഷനൊക്കെ, ഡാൻസിൻ്റെ മെയിൻ കാര്യമേ അങ്ങനെയാണ്. നല്ല എക്സ്പ്രഷനൊക്കെ ഇട്ട് ഡാൻസ് ബോഡിയൊക്കെ നല്ല രീതിയിൽ ഒഴുകി കളിക്കുമ്പോഴാണല്ലോ ഡാൻസിൻ്റെ ആ ഒരു ഭംഗി അറിയാൻ പറ്റുന്നത്. എനിക്കൊരു കാര്യം പറയാമല്ലോ. ഞാൻ പണ്ട് പാട്ട് പഠിച്ചിരുന്നു. അപ്പോൾ പാട്ട് പഠിക്കുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം എന്തായിരുന്നു, പാട്ട് പഠിക്കുന്നത് എൻ്റെ അഭിപ്രായത്തോടു കൂടി എന്നെ കൊണ്ടാക്കിയത്. പക്ഷേ എനിക്ക് ഡാൻസ് കളിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഡാൻസ് പഠിക്കണം, അത് സ്റ്റേജിൽ കളിക്കണം, ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ആഗ്രഹം. പക്ഷേ അമ്മ നേരെ തിരിച്ചാണ് പറഞ്ഞത്, വേണ്ട, നീ ഡാൻസ് പഠിക്കണ്ട. കാരണം അമ്മ ഡാൻസ് പഠിച്ചിരുന്നു. അപ്പോൾ അമ്മ വിചാരിച്ചത് ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ എൻ്റെ മോള് പാട്ട് പഠിക്കട്ടെ എന്നുള്ള രീതിയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് നേരെ തിരിച്ചായിരുന്നു. എന്താന്ന് വെച്ചാൽ അറിയത്തില്ല. എനിക്ക് പിന്നെ പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോൾ ഒരു ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. ചാൻസ് എങ്ങനെ വന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു, വാടി ഡാൻസ് കളിക്കാൻ പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരണില്ലെന്ന്. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ സമയവും കാലവും അതൊക്കെ വെച്ചിട്ട് നടക്കത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു വേണ്ടടി. ഇപ്പോൾ പറഞ്ഞു എടി, ഡാൻസിന് അങ്ങനെ സമയമൊന്നോ പ്രായമൊന്നോ അങ്ങനെയൊന്നും ഇല്ല. നമ്മുടെ ആഗ്രഹങ്ങളല്ലേ, അതൊക്കെ അങ്ങ് നിറവേറ്റിക്കൂടി. ഇപ്പോഴല്ലേ അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. മൂക്കി പല്ല് വന്നു കഴിഞ്ഞിട്ട് എന്തരാണെന്ന്. അപ്പോൾ ഞാൻ പറയും വേണ്ടടി, ഇനിയിപ്പോൾ അതൊന്നും വേണ്ട എന്നൊക്കെ പറയും. ഞാൻ എസ്കേ പഠിച്ചേട്ടാ. ഇപ്പോൾ മനസ്സിലായല്ലോ ആരായിരിക്കും പറയത്തുള്ളതെന്ന്. ഓക്കെ, അതെന്തായാലും പോട്ടെ, ഞാൻ പേര് പറയത്തില്ല. ഈ വീഡിയോ കാണുമ്പോൾ മിക്കവാറും എൻ്റെ കുഴി ഞാൻ തന്നെ തോണ്ടി കണക്കാവും കേട്ടോ. എൻ്റെ പൊന്നി, ഒരുപാട് സസ്പെൻസ് ഉള്ള വീഡിയോ ആയിരിക്കും മിക്കവാറും ഇത്. അതെന്തായാലും പോട്ടെ. അങ്ങനെ ഡാൻസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നേ. വെൽക്കം സോങ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഏറ്റവും ആദരണീയായ ഇന്നത്തെ പ്രൊഫസർ, മെയിനായിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ളത്, ഈ ഒരു പരിപാടി ഇനാഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് ലതിക ടീച്ചറായിരുന്നേ. എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയൂടെയായിരുന്നു. അവിടെ ചെന്ന് ഇരുന്നപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പല പാട്ടുകളും, സിനിമയിലുള്ള പല പാട്ടുകളും, പണ്ടത്തെ പല പാട്ടുകളും പാടിയിരുന്നത് ലതിക ടീച്ചറായിരുന്നു. സത്യം പറയാൻ ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ചിത്ര ചേച്ചി ആയിരിക്കും എന്നാണ്. പക്ഷേ അല്ല, ലതിക ടീച്ചറായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചിരുന്ന പല പാട്ടുകളും പാടിയിരുന്നത്. അതിൽ ഒന്നാമത്തെ ഞാൻ ഞെട്ടലോടുകൂടി കേട്ടിരുന്ന ഒരു പാട്ടെന്ന് പറയുന്നത്, ഞാൻ പാടുന്ന സമയത്ത് ഈ സോഷ്യൽ മീഡിയ TV ചാനൽ പോലും ഉണ്ടായിരുന്നില്ല. ദൂരദർശനമല്ല, വേറെ ചാനൽസൊന്നും ഏഷ്യാനെറ്റും ഒക്കെ തുടങ്ങി വരുന്ന സമയത്ത് 89-ലാണ് ഞാൻ ആ രംഗം വിട്ട് കോളേജിലേക്ക് പോകുന്നത്. അപ്പം ഇങ്ങനൊരു പാട്ട്, ലതിക എന്നൊരു ഗായിക ഉണ്ടെന്ന് അറിയാം, പേരറിയാം, ആളിനെ അറിയില്ല. സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല. പിന്നെ ഒരു അജ്ഞാതവാസം പോലെ ആയിരുന്നു കോളേജ് ലൈഫ്. അങ്ങനെ അറിഞ്ഞില്ല. പിന്നെ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് കുറച്ച് ഇതിലൊക്കെ വരാൻ തുടങ്ങി. ഇപ്പൊക്കെ കുറേ പേരൊക്കെ അറിഞ്ഞു വരുന്നുണ്ട്. എല്ലാവരും എവിടെയായിരുന്നു എന്നൊക്കെയാണ് ഓരോരുത്തർ കമൻസ് ചോദിക്കുന്നത്. ഇപ്പം എൻ്റെ സന്തോഷം അതാണ്, എല്ലാവരും കമൻസ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഓരോ ഇൻ്റർവ്യൂസിൻ്റെ ആണെങ്കിലൊക്കെ സന്തോഷമാണ്. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, നമ്മുടെ കുട്ടികളായാലും വലിയവരായാലും നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു 2-3 വാക്കുകൾ ഒന്ന് ഒഴിച്ചു നിർത്തിയാൽ, അതായത് ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകളാണ്. അഹങ്കാരം, അത്യാഗ്രഹം, അസൂയ, ഇതൊക്കെയാണ് നമ്മളൊന്ന് ഒഴിച്ചു നിർത്തിയാൽ നമ്മുടെ ജീവിതം സമാധാനപരമാകും. അതായത് ആഗ്രഹമാവാം, ആഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോൾ നിരാശരാവരുത്. കാരണം അത് നമുക്ക് പറഞ്ഞതല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേറെ വഴി പോകണം. അങ്ങനെയൊക്കെ സമാധാനമായിട്ട്, അതായത് വന്ന വഴി മറക്കരുത്. എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. ഇന്നാളെ മുതലേ ഒരുപാട് പഴഞ്ചൊല്ലുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളെവിടെ നിന്ന് തുടങ്ങി എന്നുള്ളത് ആലോചിക്കണം എപ്പോഴും. അങ്ങനെ ആലോചിച്ചാൽ നമ്മൾ നല്ല രീതിയിലാണ്, നല്ല സ്റ്റാറ്റസിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് ബോധ്യമാകും. അതിൽ നമ്മൾ സംതൃപ്തരാകും. അങ്ങനെ ഞാൻ ഇപ്പോൾ വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ട്, സമാധാനമൊക്കെ ഉണ്ട് ജീവിതത്തിൽ. കാരണം ഒരുപാട് അങ്ങ് ആഗ്രഹിച്ചാലല്ലേ പ്രശ്നം. ഉള്ളതിൽ സന്തോഷമായിട്ടൊന്നും പ്രശ്നമൊന്നുമില്ല. ഞാൻ ഹാപ്പിയാണ്.
അതുപോലെ എല്ലാവരും അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ഒരുപാട് മരണം കഴിക്കേണ്ടി വരില്ല. ഓക്കെ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. അമരം പ്രേയറാണ്, ആ പാടുന്ന പ്രേയറാണ്. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുപോലെ പല സ്കൂളുകളിലും ഇതുപോലെ ഫംഗ്ഷൻ പോകുമ്പോൾ അവിടെ ചിലപ്പോൾ അതാ പ്രേയർ പാടുന്നത്, അവർക്കറിയത്തില്ല ഞാൻ പാടിയതെന്ന്. അതാണ് അവസ്ഥ. ഞാൻ പറയും ഇത് ഞാൻ പാടിയതാണ്, ഞാൻ പാടിയത്. ആദ്യം 76-ലാണ് ഞാൻ ആദ്യം സിനിമയിൽ പാടുന്നത്. എല്ലാവരും ഇപ്പം ഈ കാതോട് കാതോരൊക്കെ മേമാണ് പാടിയെന്ന് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ. ഞാനൊക്കെ ചിത്ര ചേച്ചി ആയിരിക്കും പാടിയിട്ടുള്ളത്, അതല്ല ഇപ്പം ഞാൻ മാത്രമാണെന്ന് ആണ് വിചാരിച്ചിരുന്നത്, അങ്ങനെ തെറ്റിദ്ധരിച്ച്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ധന്യയും അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ലതിക ടീച്ചറാണോ ആ പാട്ട് പാടിയിരുന്നത് എന്ന്. ശരിക്കും പറയാമല്ലോ ഞെട്ടിപ്പോയി കേട്ടോ, ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോഴാണ് തിരിഞ്ഞ് അമ്മയെ നോക്കിയപ്പോൾ അമ്മ പറയുന്നത് ലതിക ടീച്ചർ തന്നെയാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. കാര്യം അവരൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് അവർക്കറിയാമായിരുന്നു. പക്ഷേ ഇന്നിപ്പം നമ്മൾ അറിയാത്തതിന് കാരണമെന്ന് പറയുന്നത് യൂട്യൂബ്, ഇൻസ്റ്റ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല അന്ന്. അതുകൊണ്ടാണ് ലതിക ടീച്ചറിൻ്റെ അത്രയും പാട്ടുകൾ പാടിയിട്ട് പോലും പുറത്തോട്ട് അറിയാതെ ആയിപ്പോയത്. അത് ലതിക ടീച്ചർ തന്നെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ മീഡിയാസിലൊക്കെ വരുന്നുണ്ട്, അന്ന് പാടിയ കാര്യങ്ങളെ പറ്റിയും എല്ലാം പറയുന്നുണ്ട്. പക്ഷേ അതിൽ ലതിക ടീച്ചറിന് ഒട്ടും സങ്കടം ഉണ്ടായ കണക്ക് നമുക്ക് തോന്നിയിരുന്നില്ല. ഭയങ്കര പ്ലസൻ്റായിട്ടും ഭയങ്കര പോസിറ്റീവായിട്ടാണ് കേട്ടോ ആൾ സംസാരിച്ചിരുന്നത്. ഞാനൊരു പ്രോഗ്രാമും ഇത്രയ്ക്കും ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഹാപ്പി ആയിട്ട് ഇരുന്ന് കണ്ടിട്ടുണ്ടാകത്തില്ല. അതിന് പാട്ടിൻ്റെ കാര്യമായാണോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയെപ്പറ്റി പറഞ്ഞത് കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഞാനായാലും ധന്യയായാലും അവിടെ ഇരുന്ന് എല്ലാവരും ലതിക ടീച്ചറിൻ്റെ പേരൊക്കെ പറയുമ്പോൾ നന്നായിട്ട് കൈയടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്, ടീച്ചർ ഇപ്പോൾ ആ ഒരു ഫീൽഡൊന്നും ഇല്ല. ടീച്ചർ ഇപ്പം പഠനം അല്ലെങ്കിൽ ടീച്ചിങ് ഫീൽഡിലോട്ടാണ് കേട്ടോ. പഠിപ്പിക്കുക, അതൊക്കെയാണ് ടീച്ചറിൻ്റെ ഇപ്പം ഇഷ്ടമുള്ള കാര്യമെന്ന് പറയുന്നത്. പക്ഷേ ലതിക ടീച്ചറിന് അതിൻ്റെ സങ്കടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ടീച്ചറിൻ്റെ ആ ഒരു ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന കണക്കാണ് ഞങ്ങൾക്ക് തോന്നിയിരുന്നത് കേട്ടോ. പിന്നെ ടീച്ചർ പാടിയ ഒരുപാട് പാട്ടുകളോ അപ്പോൾ ഒന്നും പറയാനില്ല. ഈ പറയും പോലെ നമ്മുടെ കാതോട് കാതരത്തിലെ ഞാൻ കൂടുതൽ പാടുന്നില്ല, പാടിക്കഴിഞ്ഞാൽ നിങ്ങളോടും. പിന്നെ അല്ലെങ്കിൽ നമ്മളെ വൈശാലിയിലെ പാട്ടുണ്ടല്ലോ, പിന്നെ നീ എൻ സ്വർഗ, എനിക്ക് കൂടുതൽ പാട്ടുകൾ പറയാൻ പറ്റണില്ല. കാരണം അത്രത്തോളം പാട്ടുകൾ എനിക്ക് തോന്നുന്നു നമ്മൾ അന്നൊക്കെ ആസ്വദിച്ച് ഒരുപാട് പാട്ടുകൾ പാടിയിരുന്ന ലതിക ടീച്ചറായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ കയറി സെർച്ച് ചെയ്താൽ മതിയാവും ലതിക ടീച്ചർ പാടിയ പാട്ടുകൾ ഏതൊക്കെയാണെന്ന്. ശരിക്കും ആൾക്കാർ തെറ്റിദ്ധരിച്ചിരുന്ന ഒരുപാട് വോയിസിൻ്റെയൊക്കെ ഉടമയാണ് കേട്ടോ നമ്മുടെ ലതിക ടീച്ചർ. ഭയങ്കര ഒരു സന്തോഷത്തോടു കൂടിയാണ് ഞാനത് പറയുന്നത്. കാരണം എനിക്ക് ലതിക ടീച്ചറിനെ കാണാൻ കിട്ടിയത് തന്നെ ഭയങ്കര ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. നമ്മളെല്ലാവരും ആ മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നേ വരെ ഒരു മീറ്റിങ്ങിലും ഇത്രയും ഹാപ്പി ആയിട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ ലതിക ടീച്ചറെ കണ്ടത് കൊണ്ട് തന്നെയാണ് കേട്ടോ. വേറൊരു പാട്ട് അന്നത്തെ ലിറിക്സ് ഞാൻ ഇപ്പം അതിനെക്കുറിച്ച് അതിനൊരു പ്രസക്തിയുണ്ട്. അതായത് ഇനിയൊരു സന്ധ്യയിൽ ഇവിടെ വേദിയിൽ പുതിയവർ വന്നിടും, മധുരം നിറയും ശ്രുതിയും ലയവും പാടും വേളയിൽ അറിയത്തില്ലായിരുന്നു പശ്ചാത്തല സംഗീതം. അതായത് നമ്മൾ
സിനിമ കാണുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കും. അതിലാണ് ആ പശ്ചാത്തല സംഗീതം കൂടി വരുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ആ സിനിമ ആ സീനൊക്കെ അത്രയും ഫീൽ വരുന്നത്. ഞാനിതെല്ലാം കണ്ടുകൊണ്ടിരുന്ന് പാടിയതാണ്. ആ സിനിമ അറിയിലിട്ടിട്ട് കണ്ടിട്ടാണ് ഈ അമ്മയൊക്കെ പാടുന്നത്. ജോൺസൺ മാഷൊക്കെ അതിൻ്റെ എന്താണ് ഉസ്താദാണ്. അപ്പോൾ ഞാൻ പാടുന്ന ഹമ്മിങ് കേട്ടിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ടല്ലോ പാടാം. La 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 ഇതെൻ്റെ ടീച്ചറാണ്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സാധാരണ സംഗീത കോളേജിൽ എന്നെ പഠിപ്പിച്ച എൻ്റെ ടീച്ചറാണ്. ടീച്ചർ എന്നെ ഇപ്പോഴാണ് കണ്ടതല്ലേ. ടീച്ചറിൻ്റെ നല്ലൊരു പാട്ട്, ഒരു 4 വരി. കാതോട് കാതോരം തേൻ ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ കാതോട് കാതോരം തേൻ ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ. മോനുട്ടൻ്റെ പ്രോഗ്രാമാണ് മെയിൻ എങ്കിലും ഈ ഒരു സംഭവത്തിൽ എല്ലാവരും അങ്ങ് എന്താണ് സമയം പോയതേ അറിയില്ല കേട്ടോ. യഥാർത്ഥത്തിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഈ പരിപാടി എല്ലാം തീർക്കുമെന്നായിരിക്കും ഇവരും വിചാരിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷേ സമയം 1 മണിക്കൂറോളം നമ്മൾ ലതിക ടീച്ചറിൻ്റെ പാട്ടുകൾക്ക് വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. മക്കളെ പ്രോഗ്രാംസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈം എക്സ്ട്രാ നമ്മൾ ലതിക ടീച്ചറിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരുന്നത്. എല്ലാവരും ക്ഷമയോടുകൂടി തന്നെയാണ് ഇരുന്നത്, സന്തോഷമായിട്ട് തന്നെയാണ് ഇരുന്നത്. Next, I take immense pleasure in thanking our respected principal of Jyoti Secondary School, Artingal, Srimati Kavita Ma'am, for the honor. ശുദ്ധീകരിക്കുന്ന സ്വയം അശുദ്ധമാകാത്ത അഗ്നി. മോനുട്ടൻ്റെ പ്രോഗ്രാം ഇതാണ് കേട്ടോ. സത്യം പറയാലോ, മോനുട്ടൻ ഡാൻസ് കളിക്കണ കാണുമ്പോഴത്തേക്കും നമ്മളെ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് ഞാൻ അവിടെ വെച്ച് മനസ്സിലാക്കിയത് കേട്ടോ. മോനുട്ടൻ ഈ പാട്ട്, എനിക്ക് ഇതിൽ ഒരുപാട് പാട്ടുകൾ മിക്സിങ് ആണ്, എനിക്ക് പാട്ടിടാൻ പറ്റത്തില്ല, കോപ്പി പേസ്റ്റ് വരും. ഈ ഒരുപാട് പാട്ടിൽ മിക്സിങ്, ഒരു പാട്ട് മാത്രം അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയേ. പിന്നെ അല്ലാതെ ടീച്ചേഴ്സ് നമുക്ക് ഈ പാട്ടൊന്നും പറഞ്ഞു തരത്തില്ല. അങ്ങനെ ആ പാട്ട് വീട്ടിൽ ഞാൻ യൂട്യൂബിൽ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് ആൾ കളിക്കുന്നുണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ സ്റ്റേജിൽ കയറി ആളുടെ സ്വഭാവം അങ്ങ് മാറി കേട്ടോ. ആളങ്ങ് സൈലൻ്റ് ആയിട്ടാണ് നിന്ന് കളിച്ചത്. ഭയങ്കര നാണം കുടുങ്ങലായിരുന്നു. ഇതിനിടയ്ക്ക് എന്നെ ആളെ കണ്ട് ശരിക്കും നാണം കൊണ്ട് തല താഴ്ത്തി നിന്നാണ് ഡാൻസ് കളിച്ചത് കേട്ടോ. മോനോടിന് എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. അബാക്കസ് മെയിനായിട്ടൊരു ആഗ്രഹമുണ്ട്, നല്ലതാണെന്നൊക്കെ എല്ലാവരും പറയുന്നതായിട്ട്. പിന്നെ ആൾക്ക് കഴിവുള്ളത്, ടാലൻറ്റ് നോക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഡ്രോയിങ് അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പാട്ടും ചെറുതായിട്ടൊക്കെ ഉണ്ട്. ഡാൻസ് ആൾക്ക് ഇഷ്ടമാണ്. എല്ലാത്തിനും കൂടെ കൊണ്ടുവന്ന് ചേർക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ കൺഫ്യൂഷനാണ്, ഏതിന് ചേർക്കും എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ടാലൻറ്റ് ഏതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കാനും കുറച്ച് കൺഫ്യൂഷനുണ്ട്. കാരണം എല്ലാത്തിലും ഏകദേശം അവന് ഇൻട്രസ്റ്റാണ്. അങ്ങനെ ഡാൻസും പ്രോഗ്രാമും എല്ലാം കഴിഞ്ഞിട്ട് ആൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നതാണ്. ആളങ്ങ് ക്ഷീണിച്ച്. പിന്നെ ഒന്നാമത്തെ കാര്യം, ആളങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് ഡാൻസ് ഒന്നും കളിച്ചിരുന്നില്ല, കുറച്ചൊക്കെ സ്റ്റെപ്പുകളെ ഇട്ടിട്ടുള്ളൂ. പിന്നെ അങ്ങ് നാണം കുണുങ്ങി നിൽക്കുകയാണ് കേട്ടോ ചെയ്തിരുന്നത്. പക്ഷേ ആ നാണം കാണാനും ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ആൾക്ക് നല്ല രീതിയിൽ ടയേർഡായി ഉറക്കം വരണമെന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പക്ഷേ പ്രോഗ്രാം ഫുള്ള് തീർന്നിട്ടുണ്ടായിരുന്നില്ല. നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ മോനോട്ടൊരു നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.